നമിക്കുന്നു കനിവോടെ അനുഗ്രഹിക്കൂ ചിന്മയരൂപ ചിരഞ്ജീവാ ആയിരം വസന്തങ്ങൾ വിരിഞ്ഞാലും ആയിരം മഴവെള്ളം കൊഴിഞ്ഞാലും ആയിരം വസന്തങ്ങൾ വിരിഞ്ഞാലും ആയിരം മഴവെള്ളം കൊഴിഞ്ഞാലും നീതാന്ത സൗന്ദര്യമേ നിന്റെ നിഷ്പ്രഭമല്ലോ ചരാചരങ്ങൾ നിതാന്ത സൗന്ദര്യമേ നിന്റെ മുൻപിൽ നിഷ്പ്രഭമല്ലോ ചരാചരങ്ങൾ ചിന്മയരൂപാ ചിരഞ്ജീവാ സ്നേഹസ്വരൂപാ ജഗദീശാ ജീവസന്ധായക നമിക്കുന്നു കനിവോടെന്നും അനുഗ്രഹിക്കൂ ചിന്മയരൂപ ചിരഞ്ജീവാ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഔദ്യോഗിക ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി അധ്യക്ഷനായിട്ട് കോവളം MLA ശ്രീ M. വിൻസെന്റ് അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രസ്തുത പരിപാടിയിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നതിനായി കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സെക്രട്ടറി ഡോക്ടർ K. രതീഷിനെ ഏത് ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. യോഗാധ്യക്ഷൻ ആദരണീയനായ കോവളം MLA ശ്രീ M. വിൻസെന്റ് അവർ, കേരളത്തിൻ്റെ ആദരണീയനായ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി മുരളീധരൻ സാർ, ശ്രീ M.R. ബൈജു അവർ, കാട്ടാക്കട MLA, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയദർശിനി അവർ, വാർഡ് കൗൺസിലർ ശ്രീ ബ്രീറ്റസ്, ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ സ്റ്റേറ്റ് ഡയറക്ടർ ശ്രീ CG ആണ്ടവർ, ശ്രീ D. സദാനന്ദൻ, ശ്രീ E.A. ബാലൻ, ശ്രീ ഉമാശങ്കർ, ശ്രീ സുരേഷ്, ശ്രീമതി കുമാരി സുനി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നല്ലൊരു ദിനമാണ്. സ്റ്റേറ്റ് ലെവൽ ഖാദി ഓണം മേളയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒരു വിൽപ്പന എന്നതിലുപരി നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമായ ഖാദിയെ ആദരിക്കുക കൂടിയാണ്. ഖാദി ഒരു വസ്ത്രം മാത്രമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സുസ്ഥിരമായ ഒരു ഐഡന്റിറ്റിയും ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജീവിത മാർഗവുമാണ്. നാം ഖാദി വസ്ത്രം ധരിക്കുമ്പോൾ തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്യുകയും പരമ്പരാഗതമായ നൂൽപ്പ് നെയ്ത്ത് തൊഴിലാളികളെ സംരക്ഷിക്കുകയുമാണ്. അങ്ങനെ പ്രാദേശിക സാമ്പത്തിക വികസനം കൂടിയാണ് ഈ മേഖല സാധ്യമാക്കുന്നത്. ഈ ഓണം മേള കേരളത്തിലെ ഖാദി ലവേഴ്സിന് വെറൈറ്റി ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഒരവസരം കൂടിയാണ്. റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ, ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, കുഞ്ഞുടുപ്പുകൾ, ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈനേഴ്സ് തയ്യാറാക്കിയ വസ്ത്രങ്ങൾ, ഡോക്ടേഴ്സ് കോട്ട്, ബെഡ്ഷീറ്റുകൾ, ഇങ്ങനെ നിരവധിയായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഈ സ്റ്റോളിൽ വിൽപ്പന നടത്തുന്നുണ്ട്. 30% റിബേറ്റോടുകൂടിയാണ് വിൽപ്പന നടക്കുന്നത്. അതുപോലെ തന്നെ വില്ലേജ് ഇൻഡസ്ട്രീസ് ഉൽപ്പന്നങ്ങളും ഇവിടെ ധാരാളമായി ലഭ്യമാണ്. ഈ ഓണം ഖാദി മേളയിൽ ഓരോ 1000 രൂപയുടെ പർച്ചേസിന് ലഭിക്കുന്ന സമ്മാന കൂപ്പൺ വഴി ഒന്നാം സമ്മാനമായി ഒരു ടാറ്റ ടിയാഗോ കാറും, രണ്ടാം സമ്മാനമായി 14 ജില്ലകളിലും ഓരോ സുസുക്കി ആക്സിസ് സ്കൂട്ടറും, മൂന്നാം സമ്മാനമായി 5000 രൂപയുടെ 30 ഖാദി ഗിഫ്റ്റ് വൗച്ചറുകളും നൽകും. ജില്ലകളിൽ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഖാദി ഗിഫ്റ്റ് വൗച്ചറുകൾ നൽകുന്നതാണ്. ഖാദിക്ക് 30% വരെ റിബേറ്റും
സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ക്രെഡിറ്റ് സൗകര്യവും ലഭിക്കുന്നു. ഖാദി മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ഒരു സഹായം, അതുപോലെ തന്നെ സുസ്ഥിരവും പ്രകൃതി സൗഹൃദവുമായ ഫാഷൻ ഡിസൈൻ വസ്ത്രങ്ങൾ വാങ്ങുവാനുള്ള അവസരം, ഖാദിയുടെ പ്രചരണം, അതുപോലെ തന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, ഇവയെല്ലാമാണ് നമ്മളുടെ മേള ലക്ഷ്യമിടുന്നത്. ഈ ഓണം സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമാണ്. ഈ മേളയിൽ നമുക്ക് ഏവർക്കും ഒത്തുചേർന്ന് ലക്ഷ്യം സാക്ഷാത്കരിക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആദരണീയനായ കോവളം MLA ശ്രീ വിൻസെന്റ് അവർകളാണ്. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഉദ്ഘാടകനായ മുരളീധരൻ സാറാണ്. കേരളത്തിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് നമുക്കറിയാവുന്ന മുരളീധരൻ സാറിനെ നമ്മുടെ ഈ യോഗത്തിലേക്ക്, ഈ സംസ്ഥാനതല ഖാദി മേള ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചത് അങ്ങേയറ്റം ഭാഗ്യമായി കരുതുന്നു. വളരെ ആദരപൂർവ്വം, സ്നേഹപൂർവ്വം ഖാദി ബോർഡിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ മേളയുടെ ആദ്യ വിൽപ്പന നിർവഹിക്കുന്നത് കാട്ടക്കട MLA ആയിട്ടുള്ള ശ്രീ ബൈജു സാറാണ്. ഏറെ ആദരവോടെ അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയദർശിനി മാഡമാണ്. മാഡം വളരെ നേരത്തെ തന്നെ, കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മാഡത്തിനെ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. നമ്മുടെ ഇവിടുത്തെ വാർഡ് കൗൺസിലർ ശ്രീ KR ക്ലീറ്റസ് അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ നാഷണൽ ലെവലിലുള്ള ഖാദിയുടെ ഏജൻസി ആയിട്ടുള്ള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ സ്റ്റേറ്റ് ഡയറക്ടർ ശ്രീ CG ആണ്ടവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഖാദി ബോർഡിന്റെ ഫിനാൻസ് കൺട്രോളർ ശ്രീ D സദാനന്ദനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഖാദി ഫിർക്ക, അതുപോലെ തന്നെ ഖാദി ഫെഡറേഷൻ, ഇവയുടെ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാന്യനായ ശ്രീ EA ബാലൻ അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഉമാശങ്കർ അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. NGO യൂണിയൻ സെക്രട്ടറി ശ്രീ സുരേഷ് അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രാർത്ഥനാഗാനം ആലപിച്ച ശ്രീ ഫെമിന, അതുപോലെ തന്നെ ഈ സമ്മേളനം ഒരു വൻ വിജയമാക്കി തീർക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കൾ, ഖാദി ബോർഡിന്റെ സ്റ്റാഫ് അംഗങ്ങൾ, ഏവരെയും മാധ്യമപ്രവർത്തകർ, ഏവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നത് ഖാദി ബോർഡിന്റെ തിരുവനന്തപുരം ജില്ലാ ഓഫീസർ ശ്രീമതി കുമാരി സുനിയാണ്. സുനിയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗം ഒരു വൻ വിജയമാക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഖാദി ബോർഡിലെ സ്റ്റാഫ് അംഗങ്ങളെ ഓരോരുത്തരെയായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്ത് സംസാരിക്കുന്നതിനായി ആദരണീയനായ കോവളം MLA ശ്രീ M വിൻസെന്റ് MLA ആദരവോളം ക്ഷണിച്ചോളുന്നു. ഏറെ സമാദരണീയനായ ഖാദി ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടകൻ, ഈ നിയോജക മണ്ഡലത്തിന്റെ MLA കൂടിയായിട്ടുള്ള സംസ്ഥാന ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ K മുരളീധരൻ, ഇവിടെ ആദ്യ വിൽപ്പന നടത്തുന്ന ഏറെ പ്രിയങ്കരനായ MLA ശ്രീ MR ബൈജു, ഇവിടെ സന്നിഹിതയായിട്ടുള്ള ബഹുമാന്യായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയദർശിനി, ഇവിടെ സ്വാഗതം ആശംസിച്ച ബോർഡിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ K രതീഷ്, KVICയുടെ ഡയറക്ടർ ശ്രീ CG ആണ്ടവൻ, ഈ വാർഡിന്റെ കൌൺസിലർ ഏറെ പ്രിയങ്കരനായ ശ്രീ KR ക്ലീറ്റസ്, പ്രിയപ്പെട്ട ശ്രീ EA ബാലൻ, ശ്രീ D സദാനന്ദൻ, ശ്രീ ഉമാശങ്കർ, ശ്രീ സുരേഷ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രീമതി B മിനി, ശ്രീമതി അഷിത, ശ്രീ സുഭാഷ്, ശ്രീമതി കുമാരി സുനി GB, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഖാദി ബോർഡിലെ പ്രിയപ്പെട്ട ജീവനക്കാരെ, തൊഴിലാളികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഓണം
വിപണന മേളയുമായി ഓണത്തിന്റെ ഫസ്റ്റ് ലോഞ്ചിങ് ഖാദി ബോർഡ് തന്നെ നടത്തിയിരിക്കുകയാണ്. അതിന് ഖാദി ബോർഡിനെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. സപ്ലൈകോയുടെയും മറ്റും എല്ലാ ഏജൻസികളുടെയും ഓണ വിപണന രംഗത്ത് ഇനി കടന്നു വരാനിരിക്കുന്നതേയുള്ളൂ. ഓണം വരുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ അറിയിപ്പ് കൂടിയിട്ടാണ് ഈ ഖാദി വിപണന മേളയെ കാണുന്നത്. എന്തായിരുന്നാലും ഇത്തവണത്തെ ഓണത്തിന് മികച്ച നിലയിലുള്ള ഓണം വിപണനം നടക്കട്ടെ എന്ന് ആശംസിക്കുക. ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി വളരെ ആകർഷകമായിട്ടുള്ള സമ്മാന പദ്ധതികളും ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കാറും സ്കൂട്ടറുമെല്ലാം ഇപ്പോൾ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കുന്ന നിലയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഖാദി കൂടുതൽ വ്യാപകമാക്കുന്നതിനും കൂടുതൽ അതൊരു ശീലമാക്കുന്നതിനും വേണ്ടി ഖാദി ബോർഡ് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ ഓണം വിപണനമേള ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. കൂടുതൽ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഉചിതമായിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി ഇരിക്കുന്നു. ആശുപത്രികളിലേക്കുള്ള റിക്വയർമെന്റ്സ് ഖാദി വിലയിൽ വലിയ വ്യത്യാസമില്ലാതെങ്കിൽ ഖാദി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ അത് ഈ ഖാദി മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഖാദി ബോർഡിനുമെല്ലാം വലിയ ഒരു സഹായമായിരിക്കും എന്ന് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാം. ഞാൻ മറ്റ് ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. ഖാദി ബോർഡിന്റെ സെക്രട്ടറിയും എല്ലാം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, ഖാദി ബോർഡിന്റെ ഒരുപാട് ഭൂമികൾ അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഖാദി ബോർഡിന് പലരും കയ്യേറിയും എല്ലാം വച്ചിരിക്കുന്ന ധാരാളം. ഇതെല്ലാം ഒരു കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷവുമുള്ള നാട്ടിലെ നല്ലവരായിട്ടുള്ള ആളുകൾ സംഭാവനയായി ഖാദി ബോർഡിന് കൊടുത്ത പ്രോപ്പർട്ടികൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾ, തൊഴിൽ സംരംഭങ്ങൾ ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയും പിൽക്കാലത്ത് അത് നിന്നുപോയപ്പോൾ പല നിക്ഷിപ്ത താൽപര്യക്കാരും ആ ഭൂമി കയ്യേറി വീട് വെച്ച് താമസിക്കുന്നവരുണ്ട്. സ്വന്തമായി കടകെട്ടി വാടകയ്ക്ക് കൊടുത്ത് വാടക ഈടാക്കുന്ന ആളുകളുണ്ട്. സ്വന്തം പ്രോപ്പർട്ടിയിൽ കട വച്ച് അത് വാടകയ്ക്ക് കൊടുത്ത് വാടക ഈടാക്കുന്ന ആളുകൾ വരെ ഇതുണ്ട്. ഒരു നാഥനും നന്ദനുമില്ലാത്ത വിധത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഈ ഖാദി ബോർഡിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നിട്ട് ഖാദി ബോർഡിന്റെ എസ്റ്റേറ്റ് മുഴുവനും തിരിച്ചുപിടിക്കാനും അതിന്റെ മുഴുവൻ പ്രോപ്പർട്ടീസിന്റെയും തിരിച്ച് എടുത്തുകൊണ്ട് പുതിയ സംരംഭങ്ങൾ, ആധുനിക കാലഘട്ടത്തിനു കൂടി അനുയോജ്യമായ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഖാദി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതലായി വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം കൂടി ബോർഡ് ഏറ്റെടുക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഓണം ഖാദി മേള 2026 ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ആദരണീയനായ ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ സാർ അവരുടെ ആദ്യമായി സ്വാഗതം ചെയ്തോളൂ.
യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ എം വിൻസെൻ്റ്, ഇവിടെ ആദ്യ വിൽപ്പന നിർവഹിക്കുന്ന കാട്ടാക്കട MLA ശ്രീ MR ബൈജു, സ്വാഗതം പറഞ്ഞ ഖാദി ഗ്രാമവ്യവസായ ബോർഡിൻ്റെ സെക്രട്ടറി ഡോക്ടർ K രതീഷ്, സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയദർശിനി, ആതിഥേയ വാർഡിൻ്റെ കൗൺസിലറായ ശ്രീ ക്ലീറ്റസ് ഉൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, പ്രിയപ്പെട്ട ജീവനക്കാരെ, സഹോദരി സഹോദരന്മാർ, വളരെ ധന്യമായൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തവണത്തെ ഓണം വിൽപ്പനയുടെ ആരംഭം ഖാദി ബോർഡാണ് ഇത്തവണ ആരംഭിക്കുന്നത്. മറ്റ് മേഖലകളൊക്കെ ഓണത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഒരുപാട് സമയമെടുക്കുമ്പോൾ ഏതാണ്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന വിൽപ്പനയാണ് ഖാദി ബോർഡ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന ഖാദി ഗ്രാമവ്യവസായ ബോർഡും അതോടൊപ്പം തന്നെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങൾ സംയുക്തമായിട്ടാണ് ഈ വിപണനമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ വസ്ത്രങ്ങൾ വാങ്ങുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നല്ല വിൽപ്പന നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഖാദിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. അതായത് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പരിശോധിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നായി. അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യക്കാർക്ക് തങ്ങളുടെ രാജ്യത്തിനെ കുറിച്ചൊരു അഭിമാനമുണ്ടാകും. അതിലധികം കണ്ടെത്തിയത് പൊതുഭാഷ സംസാരിക്കുക, പൊതുവസ്ത്രം ധരിക്കുക. ആശയങ്ങൾ അദ്ദേഹം ലക്ഷ്യം കാണിച്ചു തന്നു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, മാർഗം കാണിച്ചു തന്നു അഹിംസ. അതിലേക്ക് ജനങ്ങളെ പാകപ്പെടുത്തിയെടുക്കുന്നതിനാണ് ഒരു വസ്ത്രം, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക. ഒന്നും സ്വദേശി വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഖാദി അധികം ഒരു വസ്ത്രത്തിലൂടെ ഐക്യം, അങ്ങനെയാണ് ഖാദി ആരംഭിക്കുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ ഖാദി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെറും തുണി മാത്രമല്ല, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഈ മേഖല ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കൊട, ചെരുപ്പ് തുടങ്ങിയ എത്രയോ വസ്തുക്കൾ നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരുപാട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മേഖലയാണ്. ഞാൻ ഓർക്കുന്നത് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചതിൻ്റെ 100ാം വാർഷികം എനിക്ക് ബോംബെയിൽ കൊണ്ടാടിയപ്പോൾ അന്നൊരു ചർച്ച വന്നു. ആ ചർച്ച എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഖാദി അല്ലാതെ മറ്റ് സ്വദേശി വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഒരുപാട് വസ്ത്രങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, ഒരുപാട് വസ്ത്രങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. അതുകൊണ്ട് ഇനി ഖാദി എന്ന് മാത്രം പറഞ്ഞ് സ്റ്റിക്ക് ഓൺ ചെയ്യണോ എന്നൊരു പ്രളയം വന്നിരുന്നു. പക്ഷെ അതിന് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി നൽകിയ മറുപടി, ഇതൊരു വികാരമാണ്. സ്വാതന്ത്ര്യം കിട്ടി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ്, ഇപ്പം ഞാനുൾപ്പെടെയുള്ളവരൊന്നും ഞങ്ങളൊക്കെ സ്വാതന്ത്ര്യ ഭാരതത്തിൽ ജനിച്ചവരാണ്, ഈ വേദിയുള്ളവരൊക്കെ സ്വാതന്ത്ര്യ സമരം പഠിച്ച് മാത്രം മനസ്സിലാക്കിയവരാണ്. പക്ഷെ അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഖാദിക്ക് ഈ കാലഘട്ടത്തിൽ പ്രാധാന്യമുണ്ട്. രണ്ടാമത്, ഒരുപാട് സ്ത്രീകൾ തൊഴിലെടുക്കുന്ന മേഖലയാണ് ഖാദി മേഖല. ഏറ്റവും അധികം സ്ത്രീകളാണ് ഈ മേഖലയിൽ ജോലിയെടുക്കുന്നത്. പക്ഷേ എനിക്കത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വിൽപ്പനയ്ക്കാണെങ്കിലും ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന സ്ത്രീകളാണ്. അതുമാത്രമല്ല, ഖാദി മേഖലയ്ക്ക് സംസ്ഥാന സർക്കാരുകൾ ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന ഖാദി മേഖല, ഗ്രാന്റ് നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. ഖാദിക്ക് ഗ്രാന്റ് നൽകുന്നത്, ജീവനക്കാർ ഇൻസെൻറ്റീവ് നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇൻകം സപ്പോർട്ട് നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. പിന്നെ കേന്ദ്രത്തിൻ്റെയും നിരവധി ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ
ഇതിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുക. ഇപ്പോൾ നമുക്കറിയാം ഇതൊരു മത്സര കാലഘട്ടമാണ്. ഒരുപാട് സ്വദേശത്തുള്ള കമ്പനികളും ഒരുപാട് വിദേശ കമ്പനികളും ധാരാളം തുണികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ തുണികളൊക്കെ ചിലത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. ഇറക്കുമതിയാണ് ഈ മേഖല, ഖാദി മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ്. സത്യം പറഞ്ഞാൽ ഖാദി മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ അതൊക്കെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. വിദേശത്ത് ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ആ മാർക്കറ്റ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. കാരണം വിദേശികളായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ തന്നെ വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നു. ഇവിടെ ഖാദി വാങ്ങാൻ ഒരുപാട് വിദേശികൾ വരാറില്ല, സായിപ്പന്മാരൊക്കെ. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ട് പക്ഷെ നടപ്പാക്കുന്ന കാര്യത്തിൽ കുറച്ചതാണ്. അതായത് ഈ നാടൻ തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽ തുണികൾക്ക് ടെക്സ്റ്റൈൽ എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഖാദി അല്ലാത്ത ഒരുപാട് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നേരെ ഖാദി എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഖാദിക്ക് ഇതൊക്കെ പറഞ്ഞതിന് വില കുറച്ച് കൂടുതലാണ്. മറ്റ് തുണിത്തരങ്ങളെക്കാൾ വില കൂടുതൽ ഖാദിക്കാണ്. അപ്പം സർക്കാർ സാധാരണ ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ സർക്കാരിൻ്റെ നിയമം ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ അതേ സമയത്ത് തന്നെ ഖാദിക്ക് കൊട്ടേഷൻ്റെ കാര്യം നോക്കേണ്ടതൊരു നിബന്ധനയും തന്നു. പക്ഷേ ഈ സർക്കാർ കമ്പനിക്കാരൊക്കെ ലാഭമാണല്ലോ നോക്കുക. അപ്പോൾ വിൻസെൻ്റ് പറഞ്ഞല്ലോ ഖാദി തുണികൾ വാങ്ങണമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്കിപ്പോൾ സർക്കാർ ആശുപത്രികൾ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പറയാം. ജില്ലാ ആശുപത്രികളൊക്കെ അവരുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ കഴിയുന്നും ഈ വരവ് ചെലവ് സർക്കാർ ആശുപത്രികളാകുമ്പോൾ ലാഭം നോക്കാൻ പാടില്ലല്ലോ, ജനത്തിൻ്റെ ആരോഗ്യമല്ലേ. അപ്പം അതുകൊണ്ട് മരുന്ന് വാങ്ങാനൊക്കെ വരുന്ന ചിലവൊക്കെ നോക്കുമ്പോൾ കഴിയുന്ന എല്ലാത്തിലും വില കുറച്ച് കിട്ടാനാണ്. മരുന്നിൽ അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ, വില കുറച്ച് വെക്കാൻ പറ്റില്ല. കാരണം ആ രോഗത്തിൻ്റെ ശാന്തിക്കുള്ള മരുന്നുകൾ വാങ്ങിയേ പറ്റി എത്ര കൊടുക്കേണ്ടി വന്നാൽ. പക്ഷെ അതുകൊണ്ട് മറ്റ് മേഖലയിലൊക്കെ അല്പം ചില നിയന്ത്രണങ്ങൾ ഞങ്ങൾ പാലിക്കാറുണ്ട്. അതുകൊണ്ടാണ് എങ്കിലും പരമാവധി ഖാദിക്ക് ആരോഗ്യവകുപ്പും പ്രാധാന്യം നൽകും എന്ന് പറയാൻ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കാം. അത് മാത്രമല്ല, പക്ഷേ ഇനിയിപ്പോൾ കുറേ കാലം അടുത്തൊരു 5 വർഷക്കാലത്തേക്ക് ഖാദിക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, സെക്രട്ടേറിയറ്റിൽ വരാനൊക്കെ ഇപ്പോൾ ധാരാളം ആൾക്കാർ ഖാദി വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത 5 കൊല്ലത്തേക്ക് ഖാദിക്ക് കാര്യമായിട്ടുള്ള സപ്പോർട്ടില്ലെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. എങ്കിലും സർക്കാരിൻ്റെ വകയെ തീർച്ചയായിട്ടും സഹായിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഞാൻ മറ്റു ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഏതായാലും ഈ മേഖല എല്ലാ കാലത്തും നിലനിൽക്കണം. മറ്റൊന്നും കൊണ്ടല്ല, ഒന്ന് നമ്മുടെ പഴയകാല ഒരു ചരിത്രം, ആ ചരിത്രം ഇനിയിപ്പോൾ കുറേ കൂടെ കഴിയുമ്പോൾ എന്ത് സ്വാതന്ത്ര്യ സമരം, ഗാന്ധിജിയുടെ ഫോട്ടോയുടെ ഇയാൾ ആരാന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. യങ് ജനറേഷന് ചരിത്രം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്താവണമെന്ന് വെച്ചാൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, IT-യിലേക്ക് പോകണം. അങ്ങനെയുള്ളവർക്ക് 10ാം ക്ലാസ് വരെ മാത്രം ചരിത്രം പഠിച്ചാൽ മതി. അത് ഗാന്ധിജി, നെഹ്റു സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോഴേക്കും 10ാം ക്ലാസ് വരും. പിന്നെ +1 എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും പഠിക്കണ്ട. പക്ഷേ ഈ ഖാദി മേഖല എന്നും നിലനിൽക്കണം. കാരണം ആ പഴയ ചരിത്രം തലമുറ കൈമാറി മുന്നോട്ട് പോകണം. രണ്ടാമത്തത് ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തൊഴിലെടുക്കുന്നൊരു മേഖലയാണ്. അപ്പം ഞാനൊരു കാര്യം പറയാം. അപ്പം സ്ത്രീകളിലോട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുകയല്ല. ഒരു പുരുഷൻ സമ്പാദിക്കുന്നതിനേക്കാൾ സ്ത്രീ സമ്പാദിക്കുന്നതാണ് വീട്ടിലേക്ക് എത്തുക. മറ്റൊന്നും കൊണ്ടല്ല. പുരുഷന്മാരൊക്കെ ആകുമ്പോൾ ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സിനിമ കാണാൻ പോകും കൂട്ടുകാരൊക്കെ ആയിട്ട്. പിന്നെ ചില ആൾക്കാർ സ്മോളും ലാർജിനും ഒക്കെ ചിലവാക്കും. ശരി, സ്ത്രീക്ക് കിട്ടുമ്പോൾ അന്നന്ന് വീട്ടിൽ കഞ്ഞിക്കുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് സ്ത്രീക്ക് 10 രൂപ കിട്ടിയാൽ ആ 10 രൂപയും വീട്ടിലെത്തും. പുരുഷന് 20 കിട്ടിയാൽ ചിലപ്പോൾ 5 വീട്ടിലെത്തും. അതുകൊണ്ട് സ്ത്രീകളെ സ്വന്തം കാലിൽ നിർത്തുന്ന ഒരു പ്രസ്ഥാനം കൂടിയായി ഖാദി നിലനിൽക്കണം. അതിന് എല്ലാ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസായി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായി നമസ്കാരം.
താങ്ക് യു സർ. ഓണം ഖാദി മേള 2026 ആദ്യ വിൽപ്പന നിർവഹിച്ചുകൊണ്ട് കാട്ടാക്കട MLA ശ്രീ MR ബൈജു ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ നമ്മുടെ കോവളം MLA വിൻസലേട്ടൻ, അഭിനന്ദനായ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ അവരുകളെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രിയദർശിനി, കൗൺസിലർ ഈ യോഗത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ആദ്യ വിൽപ്പന നടത്തിയതായി അറിയിക്കുന്നു. സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയദർശിനി മേഡത്തെ ക്ഷണിച്ചു. ഫ്രണ്ടിലോട്ട് വന്നു. ഫ്രണ്ടിലോട്ട്. താങ്ക് യു സർ. ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീ MR ബൈജു അവർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങിയത് റോസ് മാർഗ്രറ്റ്, റിട്ടയർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഇറിഗേഷൻ. ആശംസകൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, നമ്മുടെ ഓണം ചിങ്ങം 1 കഴിഞ്ഞാലാണ് ഓണത്തിന്റെ ഒരു ലഹരിയിലേക്ക് നമ്മൾ പോകുന്നത്. അതിനനുബന്ധമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തി തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സ്ഥാപനം ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും എല്ലാം സംയുക്തമായി നമ്മുടെ ഈ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ പൊതുജനങ്ങളെല്ലാം ആ ഒരു ലഹരിയിലേക്ക് ഓടിത്തുടങ്ങുകയാണ്. അത് നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, ഈ നമ്മുടെ മേഖല ആകെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ മാറ്റത്തിന് തുടക്കമാകുകയാണെന്നുള്ളതാണ് നമുക്കേറെ സന്തോഷം പകരുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും ഖാദി ഇവിടെ അവസാനം നമ്മുടെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ വസ്ത്രങ്ങൾ വാങ്ങുന്ന ഇടങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ഖാദി വസ്ത്രങ്ങളുടെ വില അല്പം കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ കള്ളഖാദിയിലേക്ക് പോകും. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഒരു ശ്രമം നടത്തും. പക്ഷേ ഇതേപോലെ തോന്നിക്കുകയും ചെയ്യും. പക്ഷെ നമുക്കത് എത്രത്തോളം വില കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് അത് സാധിക്കത്തില്ലെന്ന് അറിയാം. ഇപ്പോൾ ബാലരാമപുരത്ത് കൈത്തറിയുടെ നാട്ടിലാണ് പ്രിയപ്പെട്ട വിൻസെന്റേട്ടനുള്ളത്. അവിടെ ഒരു കൈത്തറി തൊഴിലാളിക്ക് കിട്ടുന്ന വേതനം അവർ 2 or 3 മുണ്ടൊക്കെ നെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത് 200-250 രൂപയാണ്. എങ്ങനെ നമുക്ക് ഒരു കുടുംബത്തിന്റെ മൊത്തം ചെലവ് നമുക്ക് നടത്താൻ സാധിക്കും? അപ്പോൾ സ്ത്രീകളാണ് കൂടുതൽ ആ മേഖലയിൽ പണിയെടുക്കുന്നതെങ്കിലും അവർക്ക് കിട്ടുന്ന വേതനത്തിന്റെ കാര്യത്തിൽ ഒരു വേർതിരിവുണ്ടെന്നുള്ളതാണ്. തൊഴിലുറപ്പിന് ജോലിക്ക് പോകുന്നവർക്ക് കിട്ടുന്ന തുക പോലും ഒരു ദിവസത്തെ അധ്വാനം കൊണ്ട് ഒരു കൈത്തറി തൊഴിലാളി കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന എല്ലാ ഉദ്യമങ്ങളും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഈ മേളയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സർ. അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയദർശിനി മേഡത്തെ സ്വാഗതം ചെയ്തു. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ M. വിൻസെന്റ് MLA, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ആരാധനായ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ K. മുരളീധരൻ അവർ, ആദ്യ വിൽപ്പന നടത്തിയ ബഹുമാനപ്പെട്ട MLA ശ്രീ MR ബൈജു, സ്വാഗതം ആശംസിച്ച MD ഡോക്ടർ KA രതീഷ്, ഈ വാർഡിന്റെ കൗൺസിലർ ശ്രീ KR ക്ലീറ്റസ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട ഖാദി ബോർഡിന്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, തൊഴിലാളി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തിരുവനന്തപുരം ജില്ലയിലേക്ക് ഓണത്തിന്റെ കേളികെട്ട് ഉണർത്തിക്കൊണ്ടാണ് ഖാദിയുടെ ഈ ഒരു സ്റ്റാളെന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ച് ഓണമാണ് കാർഷിക മേഖലയിലും എല്ലാ വ്യാവസായിക വ്യാപാര മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അല്പം ഉണർവ് നൽകുന്ന ഒരു സീസൺ എന്ന് പറയുന്നത്. ഖാദി മേഖലയെ സംബന്ധിച്ച്
നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള, നമ്മുടെ കാലാവസ്ഥയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും അനുയോജ്യമായ ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറയുന്നത് ഖാദി വസ്ത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഖാദിക്ക് കുറച്ചുകൂടി പ്രാധാന്യം ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ പോളിസ്റ്റർ വസ്ത്രങ്ങളെ, ഫൈബർ ഒക്കെയുള്ള വസ്ത്രങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഖാദി വസ്ത്രത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഏറെ സന്തോഷമെന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിന്റെ ഫാഷൻ അനുസരിച്ച് പുതിയ ഡിസൈനുകൾ ഉണ്ടാക്കിയെടുക്കുവാനും കൂടെ ഖാദി ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് സ്ത്രീകളാണ്, അമ്മമാരാണ്. ഇവരുടെ പ്രത്യേകത, ഈ മേഖലയുടെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മേഖല കൂടിയാണ്. കണ്ണുകളുടെ കാഴ്ച അതിസൂക്ഷ്മമായി നിലനിർത്തേണ്ട അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒന്നാണ് നൂൽക്കലും നെയ്ത്തും, അതേപോലെ തന്നെ നൂല് കെട്ടുന്നതുമൊക്കെ തന്നെ. ഓരോ നൂലുകളും എടുത്ത് കെട്ടി മറ്റൊരു കളറിനോട് സംയോജിപ്പിച്ച് കെട്ടി നെയ്തെടുക്കുന്ന ഈ ഒരു കരവിരുത്, അതിന് അനുസരിച്ചിട്ടുള്ള വരുമാനം ലഭ്യമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ യന്ത്രസാമഗ്രികളെ കുറച്ചുപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ വില നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കാത്തത്, വില കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ നെയ്ത്ത് ജോലിയുമായി എൻ്റെ കുടുംബത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലഘട്ടത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ മുത്തച്ഛൻ്റെ വീട്ടിലെ നെയ്ത്ത് ശാലകളുടെ ഇടയിലൂടെ ഓടി നടന്ന് വളർന്നത് കൊണ്ട് തന്നെ ഇതിന് നൂല് കളർ മുക്കുന്നതും നൂൽക്കുന്നതും ഒക്കെ തന്നെ ഞങ്ങളും കൂടി അതിൻ്റെ ഇടയിലേക്ക് കളിയുടെ ഒപ്പം അതും ആസ്വദിച്ച് നടന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറേ അധികം കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, കുറേ സമയം ഇരുന്നുള്ള ജോലി കൂടിയാണ് അമ്മമാരുടെ ഭാഗത്തു നിന്നുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ച് അത്രയും സമയം ഒരേ ഇരിപ്പിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ആരോഗ്യ പ്രശ്നങ്ങളും അവർക്കുണ്ട്. ഇതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പ്രാദേശിക സർക്കാരുടെ ഭാഗത്തു നിന്നും ഒക്കെ പ്രത്യേകമായി ഇനിയിപ്പോൾ പുതിയ നമ്മുടെ ആസൂത്രണം ഒക്കെ പുതിയ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിർബന്ധിതമായി എല്ലാ പ്രാദേശിക സർക്കാർ ഉൾപ്പെടെ ഖാദിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായം കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഖാദിക്ക് വേണ്ടി എല്ലാ വർഷവും ഫണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഖാദി വ്യവസായത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അത് നമുക്കൊരു നിർബന്ധിത പ്രോജക്റ്റിൻ്റെ ഭാഗമാക്കിയാൽ ഗുണകരമാക്കും ആയിരിക്കും. കാരണം ഇന്ത്യയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചും ഖാദി വസ്ത്രത്തെ ഒരു കാലഘട്ടത്തിലും ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്താൻ സാധിക്കത്തില്ല. അത്രയേറെ നമ്മളുമായി ഇഴചേർന്ന് അടുപ്പമുള്ള ഒരു വ്യവസായമാണ് ഖാദി വ്യവസായം എന്നുള്ളത് കൊണ്ട്. കാരണം ഗ്രാമീണ മേഖലകളിൽ നിന്ന്, ഗ്രാമങ്ങളിൽ നിന്ന് വികസനം ആരംഭിക്കണമെന്നാണ് മഹാത്മജി പറഞ്ഞിരിക്കുന്നത്. ആ ഗ്രാമീണ മേഖലയിലെ ഖാദി എന്ന് പറയുമ്പോൾ കേവലം വസ്ത്രം മാത്രമല്ല, ഒരുപാട് ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഗ്രാമീണ മേഖലയിലെ ഒരുപാട് തൊഴിലാളികൾക്ക് സഹായകരമായിട്ടുള്ളതാണ്. അതിനാവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങളും അതിനാവശ്യമായ സഹായങ്ങളും എത്തിക്കുവാൻ വേണ്ടി നമുക്ക് കൂട്ടായിട്ട് ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഒപ്പം എല്ലാവർക്കും അഡ്വാൻസായ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാഡം.